PV അൻവർ നിലമ്പൂരിലെ ഒരു ഘടകമല്ല എന്നായിരുന്നു ഇടതു വലതു മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പറഞ്ഞിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഇപ്പോൾ PV അൻവർ തന്നെയാണ് നിലമ്പൂരിലെ താരമായി മാറിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ശ്രീ PV അൻവർ നമ്മളോടൊപ്പം ചേരുകയാണ്. നിലമ്പൂരിലെ ഇലക്ഷൻ റിസൾട്ടിനെ പറ്റിയും മറ്റും അദ്ദേഹം സംസാരിക്കും. എങ്ങനെ ഇത് സാധിച്ചത്? ജനങ്ങളുടെ തീരുമാനമല്ലേ. നമ്മൾ നിലമ്പൂരിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് ഈ അനിമൽ അറ്റാക്കാണ്. പിന്നെ ഈ ജില്ലയിലെ മുമ്പുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ നടത്തിയ വളരെ അനീതിപൂർവമായ നിലപാട്, അതിൽ പെട്ട് ഇപ്പോഴും ഫൈൻ അടക്കാൻ കഴിയാതെ ജപ്തിയുടെ വക്കിൽ റവന്യൂ റിക്കവറി വന്ന് കിടക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ജനങ്ങളുമായി ബന്ധപ്പെട്ട നേരിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങളായിരുന്നു നമ്മളായിട്ട്. സ്വാഭാവികമായും അവരുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രോബ്ലം ആകുമ്പോൾ അവർ ആ വിഷയം ഏറ്റെടുക്കുന്നവരോട് കൂടെ നിൽക്കുമല്ലോ. അത്ര സംഭവിച്ചിട്ടുള്ളൂ. പിണറായിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടാണ് തങ്ങൾ തുടങ്ങി വെച്ചത്. ഇപ്പോഴും അതിൽ വലിയ തോതിൽ മുന്നേറാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ? തീർച്ചയായിട്ടും. അതാണല്ലോ അവിടെ കണ്ടത്. അവിടെ മൊത്തം വോട്ട് പരിശോധിച്ചാൽ എനിക്ക് കിട്ടിയ വോട്ടും UDF കിട്ടിയ വോട്ടും, UDF നിന്ന് ക്രോസ് വോട്ട് പോയ 10,000 വോട്ടും കൂട്ടി ഏകദേശം 90,000 വോട്ട് പിണറായിക്കെതിരെയുള്ള വോട്ടാണ്. ഇതെല്ലാം കൂടെ ഒരു പെട്ടിയിൽ വന്നില്ല, അത് വേറെ വിഷയം. വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതിനുള്ളൊരു സാഹചര്യം ഇനി ഉരുത്തിരിയും എന്ന് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. UDF ഒരു ഘട്ടത്തിൽ താങ്കളെ മാറ്റി നിർത്തിയായിരുന്നു. ഇരു മുന്നണികളും കത്രിക പൂട്ടാൻ ശ്രമിച്ചതെന്നാണ് താങ്കൾ പറഞ്ഞത്. എന്തായാലും ഒറ്റയ്ക്ക് നിന്ന് ഒരു വലിയൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? UDFനോടൊപ്പം ചേർന്നുള്ളൊരു ഇതായിരിക്കുമോ? അതിനുള്ള സാധ്യതകളുണ്ടോ? ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പാർട്ടി ലീഡർഷിപ്പ്, സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ കൂടിയതിന് ശേഷം പൊളിറ്റിക്കലായി എടുക്കേണ്ട ഡിസിഷനല്ലേ, അത് ഞങ്ങൾ ആലോചിച്ചെടുക്കും. ഇപ്പോൾ അങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ 7 മാസം കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വരും മാസങ്ങൾ കഴിഞ്ഞാൽ, അപ്പോൾ അതിനുള്ള എങ്ങനെ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സ്വന്തം നിലയ്ക്കോ മറ്റേ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അതൊന്നും ആലോചിച്ചിട്ടില്ല. സ്വന്തം നിലക്ക് പോകേണ്ട സാഹചര്യമാണെങ്കിൽ സ്വന്തം നിലക്ക് പോകും. കൂട്ടായിട്ടാണ് പോകുന്ന സാഹചര്യമെങ്കിൽ കൂട്ടായിട്ട് പോകും. എന്തായാലും ഞങ്ങൾ ഉയർത്തിയ ആൻറ്റി പിണറായിസം, ഈ മലയോര വിഷയങ്ങൾ, പോലീസിലെ RSS വൽക്കരണം, അത് വളരെ സീരിയസ് ആയി എടുത്തിട്ടുള്ള പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം. ഒരു ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞു ഷൗക്കത്ത് ജയിക്കാൻ സാധ്യതയില്ല. താങ്കൾ ഒരു ഘട്ടത്തിലും ഷൗക്കത്തെ പിന്തുണയ്ക്കാൻ തയ്യാറില്ല. ഈ ഷൗക്കത്ത് പക്ഷേ ജയിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയായിരിക്കും ഷൗക്കത്തിനുള്ളൊരു സമീപനം? ഷൗക്കത്ത് ഇപ്പോൾ നിലമ്പൂരിൻ്റെ MLA അല്ലേ. അപ്പോൾ അദ്ദേഹം അവിടെ നടത്തുന്ന ജനകീയ പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പിന്തുണ കൊടുക്കേണ്ട, ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, പരിപൂർണമായ പിന്തുണ കൊടുക്കും ആ കാര്യത്തിൽ. പാർട്ടി നേതൃത്വമായി ആലോചിച്ച് കോൺഗ്രസുമായി വീണ്ടും ഇതിനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ആലോചിക്കേണ്ട സമയമായില്ലല്ലോ. റിസൾട്ട് വന്ന് 1 മണിക്കൂറല്ലേ ആയുള്ളൂ. അക്കാര്യത്തിൽ സമയമുണ്ടല്ലോ. മലയോര മേഖലയിലെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയിട്ട് പാർട്ടി ബാക്കിയുള്ള സമയം, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് സമയമുണ്ട്. അപ്പോൾ അതിൽ പാർട്ടി സംസ്ഥാന വ്യാപകമായി കെട്ടിപ്പടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മനസ്സിലുണ്ടോ? അതോ ഈ നിലമ്പൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ? നമുക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ 14 ജില്ലയിലും കമ്മിറ്റി ഉണ്ട്. ഏകദേശം 400ഓളം നിയോജകമണ്ഡലം കമ്മിറ്റികളുണ്ട്. പല നിയോജകമണ്ഡലം കമ്മിറ്റിയിലും പഞ്ചായത്തിലെ കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളുണ്ട്. പാർട്ടി വിപുലപ്പെടുത്തും. പിണറായിസത്തിനെതിരെ പോരാട്ടത്തിൽ താങ്കൾ ഒരുപാട് മുന്നോട്ട് പോയി. ഇത് പാർട്ടി ഉൾക്കൊള്ളുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? CPM പാർട്ടി ഈ പരാജയം ഉൾക്കൊള്ളുമെന്ന് താങ്കൾ നിലവിലെ സാഹചര്യത്തിൽ കരുതുന്നുണ്ടോ? ഒരിക്കലും കരുതുന്നില്ല. അതാണല്ലോ അവരുടെ ഏറ്റവും വലിയ, എന്താ പറയുക, UDFൻ്റെ ഏറ്റവും വലിയ ലക്ക് അതാണ്. അവരൊരിക്കലും പരാജയം അംഗീകരിക്കുകയോ ജനവിധിയെ മാനിക്കുകയോ ഒന്നും ചെയ്യില്ല. അവർ പറഞ്ഞത് ശരിയാണ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് അതിന് കണക്കുകളുണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരുടെ കീശയിലും ടെലിവിഷനാണ്. ഈ അമേരിക്കയിൽ നടക്കുന്ന സംഭവം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ബോംബ് ഇങ്ങനെ പോയി വീണ് പൊട്ടുന്നത് പോലും ആളുകൾ നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ജാംബവാൻ്റെ കാലത്തെ എന്താ പറയുക കഥയും പറഞ്ഞാൽ നടക്കുന്നത്, അതൊന്നും യേശുവില്ല. അങ്ങനെ പോട്ടെ. അതാ ഞാൻ പറഞ്ഞ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞില്ലേ, ദിസ് എ പാർട്ട് ഓഫ് പിണറായിസം. നിലമ്പൂരിൽ നിർണായകമായ വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞ PV അൻവർ ഇനിയും തൻ്റെ മുന്നോട്ടുള്ള പ്രയാണം മലയോര മേഖലയ്ക്കൊപ്പം നിന്നുള്ള ജനങ്ങളോടൊപ്പമായിരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച ശേഷം തുടർ നടപടികൾ ആലോചിക്കും. ക്യാമറമാൻ മനോജ് പേരമ്പ്രയ്ക്കൊപ്പം TK അരവിന്ദൻ, അമൃത ന്യൂസ്.